ഗായ്സ്, അപ്പൊ അടുത്തൊരു വ്ളോഗായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാൽ ഒരു കല്യാണ വ്ളോഗാണ്. നമ്മള് കണ്ണൂർ ഒരു കല്യാണത്തിന് പോവാണ്. ഞായറാഴ്ചയാണ് കല്യാണം, പക്ഷെ നമ്മളിന്ന് വെള്ളിയാഴ്ച പോവാണ്. നമുക്ക് എറണാകുളത്ത് നിന്ന് 8:30ക്കാണ് ട്രെയിന്. ഫസ്റ്റ് നമ്മൾ ഷൊർണൂർ എത്തണം. ഷൊർണൂരിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി നമ്മൾ കാറിനാണ് പോണേ. ശനിയാഴ്ച വെളുപ്പിന് കണ്ണൂർ എത്തണ രീതിയിലാണ് നമ്മൾ പോണത്. അപ്പോൾ ഇപ്പം ഞാനും ശ്യാമും കൂടെ ഇറങ്ങുകയാണ്. 8:30ക്കാണ് നമുക്ക് ഷൊർണൂർ എത്തേണ്ട ട്രെയിന്. അപ്പോൾ അവിടെ എത്തുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മുസ്ഫിറയും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഉള്ള ജേണി നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ശ്യാം എന്നെ ആക്കി പോയിട്ടോ. ആദ്യം നമ്മൾ ജനറലായിരുന്നു, പിന്നെ നമ്മൾ സ്ലീപ്പറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫ്രണ്ട്. കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണ്ടേ? ഷൊർണൂർ എത്തിയിട്ടുള്ളൂ. മെല്ലെ മെല്ലെ പോണേ. ട്രെയിന് ഭയങ്കര സ്ലോ ആണ് ഗൈസ്. നമുക്ക് ഷൊർണൂരാണല്ലോ ഇറങ്ങേണ്ടത്. 10:35 എത്തേണ്ട ട്രെയിനാണ്. 47 12 മിനിറ്റ് ലേറ്റ് കാണിക്കുന്നത്. നമ്മൾ ഷൊർണൂരെത്തി. നമ്മളെ കൂട്ടാൻ അജിത്ത് ഇപ്പം എത്തുന്നതാണ്. ഓൺ ദ വേ ആണ്. ദുബായിൽ നിന്ന് അജിത്ത് കല്യാണം കൂടാൻ വന്നിരിക്കുകയാണ്. എന്തായാലും അജിത്ത് ഇപ്പം ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അജിത്തിന്റെ വീട്ടിൽ പോകും. ഇന്ന് വന്ന ചെറുക്കണ്ട്. അല്ല, ഗൾഫിൽ നിന്ന് ചെക്കനെ കാണിക്കേ. ഗൾഫിൽ നിന്ന് ചെക്കൻ ഡ്രൈവർ. ഒരു പന്നി വന്ന് മൂസ് അങ്ങോട്ട് പേടിച്ചു, വിറച്ചു. അങ്ങനെ നമ്മൾ അജിത്തിന്റെ വീട്ടിലെത്തി. ഇവിടെ വന്ന് തീറ്റ മത്സരം തുടങ്ങി. മുസ്വി സൂപ്പർ തിന്നില്ലല്ലോ കുനാഫ. അജിത്തിന്റെ അമ്മ. ഇവരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനറിയില്ലല്ലോ. ഗൾഫിൽ നിന്ന് വന്ന ചങ്ങായ കല്യാണത്തിന് വേണ്ടി അജിത്ത്. ചിരി എത്തി. ഫുഡ് കഴിക്കാൻ തുടങ്ങാണ്. ചെയ്യാത്ത തുഷാര ഇവിടെ വന്ന് പണി ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് മാത്രം ഞാൻ ചെയ്യണ കണ്ടുള്ളൂ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മേളില് വന്നതാണ്. പക്ഷെ മഴയില്ലല്ലോ ഇവിടെ. ഇവിടെ മഴയില്ല. എടാ, ഇന്നലെ ഒന്നും മഴ ഉണ്ടായില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷെ ഇവിടെ മഴയില്ല. നല്ല തണുപ്പുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങാണ്. ആരാ വണ്ടി ഓടിക്കാൻ പോണേ? മുസ്ഫിയോ? ചേട്ടാ പോവല്ലേ? മുട്ടായി ദുബായിൽ വന്ന അന്ന് ദുബായിൽ നിന്ന് കൊണ്ട് മൂസ എന്താ ഇറങ്ങാത്തെ? മൂസക്ക് ഓർക്കശം തട്ടിയോ? മൂസ താടി വെച്ചു. പാട്ട് തീർന്നു. നമ്മളിപ്പോ കോഴിക്കോട് എത്തി. രാമനാട്ടുകര. മുസ്ഫിക്ക് ബീച്ചിൽ പോണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ എത്തിയപ്പോ മുസ്ഫിക്ക് ബീച്ചിൽ പോണ്ട, ഈ ഹൈവേ വിട്ട് നേരെ കണ്ണൂർ എത്തിയാ മതി. ഹൈവേനെ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഹൈവേ പിടിച്ച് അങ്ങനെ പോവാറ്. എത്ര കഷ്ടപ്പെട്ട് ഹൈവേ പണിതിട്ടിട്ട്. എനിക്കാണെങ്കില് ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. ചിപ്സ് തിന്നാനും. ചിപ്സും. ഉറക്കത്തിൽ എണീറ്റിരിക്കുന്നത്. നമ്മൾ കണ്ണൂർ പയ്യന്നൂരെത്തി. സമയം ഒരു 6:30 ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ അവളുടെ വീട് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. നടക്കണം. വീടറിയില്ല. വല്ല വീട്ടിലേക്കും കയറി പോവാ. ദോരഞ്ച മന്തിയാ. വീടാണ് നല്ല രസമുണ്ട് അല്ലേ? ഫോട്ടോഷൂട്ട് ചെയ്യാം. നമ്മളങ്ങനെ വർഷയുടെ വീട് എത്താറായി. ഇത് തന്നെയാന്ന് തോന്നുന്നു. വീട് കാണാൻ തോന്നണേ ആരുമില്ല. മുസ്ഫി
മുസ്ഫി എന്തോ എന്തായാലും സ്റ്റേജിൽ കെട്ടിയിട്ടുണ്ട്. അത് തന്നെയാവും. സോഫയിൽ കിടക്കാം, നിങ്ങളെ കിടക്കാം. അവള് കട്ട് ചെയ്യണ്, നമ്മക്കിവിടെ ഇരിക്കാല്ലേ. മൂസ അവിടെ കിടന്നു. രാവിലെ വന്നിട്ട് ഉണക്ക ചെമ്മീൻ മണം പിടിക്കാൻ വന്നതാ. നമ്മളെത്തി, ഒരുറക്കമൊക്കെ ഉറങ്ങി. 2.5 മണിക്കൂർ ഉറങ്ങി. ശ്യാമിനെ ഞാൻ വിളിച്ചു, സ്വിച്ച് ഓഫാ. ഉറങ്ങായിരുന്നു. എഴുന്നേക്കാണല്ലേ? ഗൾഫുകാരനോട് തന്നെ എഴുന്നേക്കാൻ പറ. ഉറങ്ങാൻ വന്നതല്ല, കല്യാണം കൂടെ വന്നതാ. സ്റ്റേക്കാണ്, കടലയും പയറും ഉള്ള ഒരുമിച്ചുള്ള കറി. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ണൂർ സ്പെഷ്യൽ സബന്ധുവാടാ. അങ്ങനെ നമ്മുടെ കല്യാണ പെണ്ണു മൈലാഞ്ചൊക്കെ ഒന്ന് കാണിച്ചേ. കല്യാണപ്പെണ്ണ് എട്ടാമോണ ചെക്കൻ നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്താണ് അല്ലേ വർഷേ? ഞങ്ങളുടെ സ്വന്തം അഭിയേട്ടനാണ്. അഭിയേട്ടന്റെ കല്യാണം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ കുറച്ചുപേര് പെണ്ണിന്റെ വീട്ടിലേക്കും വന്ന് ബാക്കിയുള്ള ടീംസ് ഒക്കെ ചെക്കന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്യാമൊക്കെ ചെക്കന്റെ വീട്ടിലേക്കാണ്. വർഷ അഭിയേട്ടനെ കണ്ടുമുട്ടിയ കഥ പറയും. ടൗട്രോപ്പിൽ വെച്ച് കണ്ടുമുട്ടി, പിന്നെ കുറച്ച് പ്രപ്പോസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞാനൊരു ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചു. വർഷയുടെ ഇതല്ലേ ഹെൽപ്പർ ആയിരുന്നില്ല അഭിയേട്ടൻ? ആ എനിക്ക് അതെ, അതല്ല കോമഡി, അതല്ല. അഭിയേട്ടന് കൊറോണ വന്ന ടൈമിട്ടാ വർഷ അഭിയേട്ടന് ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാ. ഞാനും വർഷ നിരീക്ഷണത്തിൽ പോയി 15 ദിവസം. ആ അതന്നെ, അത് കഴിഞ്ഞ് അഭിയേട്ടൻ ഫസ്റ്റ് മെസ്സേജ് അയച്ചു. എനിക്ക് നീ ഓർമ്മയുണ്ട് മെസ്സേജ് ചെയ്തി അഭിയേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചു കൊറോണ. അന്നേരം ഒന്നുമില്ല. പിന്നെ ഒരു ദിവസം ഒരു ഇഷ്ടം വന്നു, സിനിമയ്ക്ക് പോയി. അവള് അതല്ല, അവള് പണ്ടത്തെ കുറച്ച് കഥകളൊക്കെ എന്നോട് നമ്മളപ്പോ കുറെ വിശേഷം പറയുന്നത്. എന്റെ പൊന്നു, പിന്നെ നമ്മളൊന്ന് പുറത്തു പോവാണ്. നമ്മള് കുളിച്ചിട്ടൊന്നുമില്ല സത്യത്തില്. നമുക്കൊന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ കയറണം. പിന്നെ ഇവനെന്തൊക്കെയോ മേടിക്കണം. പോടവിടെ ഓരോ കോമഡി. ആണ് വണ്ടി ഓടിക്കണേ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മള് സഹിച്ചതിനകത്ത് ഇരിക്കണമെന്നുണ്ട്. മക്കളെ ഇവിടുന്ന് എല്ലായിടത്തും പോവുള്ളൂ. തുണിക്കടയിൽ കയറിട്ടോ മുസ്ലിക്ക് ഡ്രസ് എടുക്കാൻ. നമ്മളൊരു മാളിൽ വന്നാട്ടോ വാച്ച് നോക്കാൻ വേണ്ടിട്ട്. മാസ്കോ ഫൗണ്ടേഷൻ നോക്കാണ്. ചിക്ക് എവിടെ നോക്കട്ടെ, അതിനകത്ത് ഏതാ ഭംഗി? ഇത് കുറച്ച് മാറ്റാ. എനിക്ക് ഓയിലി ടൈപ്പാ വേണ്ടത്. അതില്ല വെച്ച് നമ്മള് തിരിച്ച് വീട്ടിലെത്തി ഫുഡ് കഴിക്കാൻ പോവാ. എന്നിട്ട് ചോറ് പൊളി അച്ചാറിട്ടോ. ഇവിടെ അച്ചാർ നോക്ക് എല്ലാത്തിനും. ഞങ്ങള് വർഷയിലെ നാളത്തെ ഓഡിറ്റോറിയം ആടെയാണ്. ഇപ്പൊ നമ്മുടെ സ്റ്റേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, വർഷയുടെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക്. പക്ഷെ മുസ്ലിം ആപ്പിട്ട് വേറെ ഏതോ തറവാട്ടിലേക്ക് എത്തി. എല്ലാവരും തറവാടല്ലേ? ഇപ്പൊ ഒന്നും അറിയാണ്ട് ഇങ്ങനെ പോകും. ഈ അമ്മമ്മയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോണേ.
ഇപ്പൊ ഗൈസ് ഇപ്പൊ സമയം 6 മണിയായി. ഞങ്ങള് കുളിച്ചൊരുങ്ങി വർഷയുടെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. ഇവരൊക്കെ ഒന്ന് ഉറങ്ങി. ഇത് ചായ കുടിക്കാണ്. നമ്മൾ റെഡി ആയിട്ട് അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അപ്പം എന്തായാലും എല്ലാവരും റെഡി ആവണത് കാണിച്ചു തരാം. റെഡി കഴിഞ്ഞില്ലേ? തുഷാർ റെഡി ആയി കഴിഞ്ഞു. ചായ കുടിക്കാൻ മൂസത് സാധനം മൂസത് നേരത്തെ എന്താ പറഞ്ഞതറിയാവോ? എല്ലായിടത്തും നോക്ക അവിടെ വന്ന് സ്പ്രേ അല്ല അത്. കുട്ടികളെ പോലെ അതെന്താ പറ മൂസ? ഇത് സ്ട്രോബെറി. ഇത് കണ്ടറിയില്ല. അതെന്താണ്? അത് മൂത്തിടുന്നത്. അത് വായിക്കാൻ എല്ലാവർക്കും അറിയാം. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് ഗ്ലോയി റേഡിയൻസ് ഇൻസ്റ്റന്റ് ഇലുമിനേഷൻ. കഴിഞ്ഞില്ലേ? പോവാം, വാ പോവാം. നമുക്ക് നമ്മൾ വർഷയുടെ വീട്ടിൽ പോവാണ് പരിപാടിക്ക്. നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ വർഷയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വർഷ ഇപ്പൊ വരും. ഏതാ ലുക്ക് എവിടെ വർഷമാ? മണവാട്ടി. ഈ ഡ്രസ് ഊരാൻ പോവല്ലേ? ഈ ഡ്രസ് ഊരാൻ പോവല്ലേ? അപ്പൊ നമ്മൾ ഡ്രസ് മാറിയിട്ട് ഇനി കാണുന്നതാണ്. അടുത്ത ലുക്കിൽ കാണാം. അപ്പൊ ശരി, ബൈ. അങ്ങനെ അതെ സെക്കൻഡ് കോസ്റ്റ്യൂമിൽ എത്തിയിരിക്കുന്നു. തിരക്കിലാണ്. വന്ന് തീറ്റ തുടങ്ങി മൂസ. മൂസ വിളമ്പാൻ വന്നാണോ? പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ തൊട്ടുപ്പുറത്തേക്കണ ആ ലാവൻഡർ കളർ അവളുടെ അനിയത്തിയാണ്. ഞങ്ങളോടും ഡാൻസൊക്കെ പഠിക്കാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പഠിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കളിച്ചില്ല. താനേതാ? ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒരു കലാശക്കൊട്ടായിരുന്നു കേട്ടോ അവിടെ. പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഉറങ്ങാൻ പോവാണ്. തുഷാര അതിൻ്റെ ഇടക്ക് അമ്മായി കളിക്കാൻ വേണ്ടി മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ചെക്കന്മാരെ പേടിപ്പിക്കാൻ പോവാണല്ലോ. ഇത് ഉണങ്ങാണ്ട് ഇവിടുന്ന് എണീക്കൂല കേട്ടോ തുഷാര. ഇതെന്താ ബ്ലാക്ക് ചാർക്കോൾ ആയതാണ്. പക്ഷെ ഞാൻ പണ്ടൊരു ചാർക്കോൾ മേടിച്ചിട്ടുണ്ട്. അത് വൈറ്റ് ആയിരുന്നു. ഇത് ബ്ലാക്ക് നല്ലതാ. നോക്കട്ടെ. അപ്പൊ ഇനി നാളെ കാണാം കേട്ടോ. അപ്പൊ ശരി, ബൈ. കണ്ണൊന്ന് അപ്പൊ എന്തായിരുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പൊ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ ഇപ്പോഴാണ് തുടങ്ങിയത്. നമ്മൾ റെഡിയായി കല്യാണ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. അത് ഗൈസ് ശ്യാമ് തലേ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. വടകരയിൽ ചെക്കൻ്റെ വീട്ടിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അവർ കണ്ണൂർക്ക് വന്നതാണ് കല്യാണം കൂടാൻ. ആറ്റിറ്റ്യൂഡ്. കല്യാണമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ശ്യാമിനൊന്ന് ഭയങ്കര ആറ്റിറ്റ്യൂഡാട്ടോ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഓരോ വർത്താനം. കുറെ നാൾ കൂടിയാണ് എല്ലാവരെയും കണ്ടത്. അങ്ങനെ ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞിട്ടോ. ഫൈനലി സത്യം ഉണ്ടാനിരിക്കുകയാണ്.
സദ്യ കൊണ്ടിട്ട് നമ്മളിനി വടകരയ്ക്ക് പോകും, ചെക്കൻ്റെ വീട്ടിലേക്ക്. നമ്മള് ചെക്കൻ്റെ പെണ്ണിൻ്റെ കൂടെയാണ് ഇരിക്കണേ. ഈ ചെക്കനും പെണ്ണും പോകുമ്പോൾ നമ്മളും പോകും വടകരയ്ക്ക് ചെക്കൻ്റെ വീട്ടിലേക്ക് അല്ലേ? യെസ് ഗൈസ്. ഒരു മൈൻഡ് ഇല്ല, ചമ്മ ചെക്കൻ്റെ വീട്ടുകാരുടെ കൂടെ അല്ല. അതിന്റെ വായില ഇവരങ്ങ് പോവാണ്, നമ്മൾ വരുടെ പിന്നാലെ പോവും. നമ്മൾ കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ പോവാണ്. കാണുന്നില്ല, ഇറങ്ങാൻ വയ്യ. നമ്മള് വടകരക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരേകദേശം എത്താറായി. നമ്മള് വന്ന വഴിക്കൊക്കെ ബ്ലോക്ക് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് 2 മേടിച്ചിട്ടുള്ളൂ. എന്താന്ന് വെച്ചാല് എല്ലാവർക്കും വയറ് നിറഞ്ഞിരിക്കല്ലേ. കാണിച്ചു കൊടുത്തേ. നേരെ വടകരയിലെത്തി. ഇതാണ് അഭിയേട്ടന്റെ വീട്. നമ്മള് കയറാൻ പോവാണ്. ഇവിടെ പടക്കമൊക്കെ പൊട്ടിച്ചു, പക്ഷെ നമ്മൾ അതൊന്നും കണ്ടില്ല. റിസപ്ഷന് വന്ന് പെണ്ണും ചെക്കനും കണ്ടില്ല, അതിന് മുന്നേ ഫുഡ് വെച്ചു. ശ്യാമ പെണ്ണും ചെക്കനെ കണ്ടോ? പെണ്ണും ചെക്കനും റെഡി ആവണുള്ളൂ, ശ്യാമ ഇവിടെ ഒന്ന് ഫുഡ് വെച്ചു. അങ്ങനെ റിസപ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിത് കുറച്ചു നേരം നിന്നിട്ട് പോയിട്ടു, എറണാകുളം വരെ എത്തേണ്ടതാണല്ലോ. നമ്മൾ ഡ്രസ്സ് മാറിയില്ല, ഡ്രസ്സ് മാറാനുള്ള സമയം കിട്ടിയില്ല. ശ്യാമ ഞങ്ങൾ ഡ്രസ്സ് മാറ്റാൻ സമ്മതിച്ചു. ശ്യാമ ഒരു 10 മിനിറ്റത്തിലേക്ക് എന്തിനാ ഡ്രസ്സ് മാറണേ. കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്തായാലും പോവാണ്, വടകരയിൽ എറണാകുളം പോവാണ്. അപ്പോൾ എന്തായാലും കല്യാണ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.